തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ മന്ദാകിനി, ഇത്ര തടിയും തണ്ടുള്ള ചങ്കരേട്ടൻ ആരെ പേടിക്കണേ? ആരെയും തിരിച്ചൊന്നും ചെയ്യേണ്ട, പക്ഷെ ഒന്ന് തടഞ്ഞൂടെ? അടിക്കാൻ ഓങ്ങുന്ന കൈയിനെ ഒന്ന് തടഞ്ഞു വെച്ചൂടെ? ശങ്കരൻ ഒന്നിരുത്തി മൂളി. ആ മൂളലിന് ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയുണ്ടെന്നവൾ തിരിച്ചറിഞ്ഞു. നേരം നന്നേ വെളുത്തിരുന്നു. ശങ്കരൻ പത്നിയുടെ വാക്കുകൾ മനസ്സിലിട്ട് കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും അതിൻ്റേതായ ഗൗരവത്തിലെടുത്തു. തീരുമാനങ്ങൾ മനസ്സിലേക്ക് വരുന്നതും അവ തകരുന്നതും സങ്കടത്തോടെ അറിഞ്ഞു. മന്ദാകിനിയുടെ ചിന്തകളും മറിച്ചായിരുന്നില്ല. ചിന്തകൾക്കും വികാരങ്ങൾക്കും അതിഭ്രമം പിടിപെട്ടു. തൻ്റെ ഭർത്താവായ ശങ്കരേട്ടനെ അവൾക്കിഷ്ടമാണ്. കയ്യെത്തുന്ന ദൂരത്താണ് അദ്ദേഹം. പക്ഷേ പാറുക്കുട്ടി പറയാറുള്ള അവളുടെ ജീവിതം ഇതല്ലല്ലോ. അവൾ അവരുടെ ജീവിതത്തെപ്പറ്റി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താനും ശങ്കരേട്ടനും അങ്ങനെയൊന്നും ഇല്ലല്ലോ. എത്രയോ ദിവസങ്ങൾ കൂടിക്കഴിഞ്ഞ് അദ്ദേഹത്തെ അടുത്തു കണ്ടിട്ടും സ്നേഹത്തോടെ ഒന്ന് നോക്കിയതുപോലുമില്ല. അന്നു രാവിലെ തൻ്റെ കിടക്കയിൽ ഒരു പുത്തൻ പട്ടുസാരിയും അതിനു മീതെ ഒരു മുല്ലമാലയും അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആരായിരിക്കാം ഇതിൻ്റെ ഉടമസ്ഥൻ എന്നു സംശയിച്ചു നിൽക്കുമ്പോൾ വാതിൽക്കൽ ശൃംഗാരഭാവത്തിൽ ചാലിച്ചെടുത്ത വഷളൻ ചിരിയുമായി ഏട്ടൻ കറുപ്പുസ്വാമി. അലോഗ്യൊന്നും വേണ്ട, അല്പം കഴിഞ്ഞ് നാം ഇങ്ങോട്ട് വരാം. സരോജ അറിയണ്ട. മന്ദാകിനി ഞെട്ടി. ഓർമ്മ വെച്ച നാൾ മുതൽ ശങ്കരേട്ടൻ തന്നെയായിരുന്നു തൻ്റെ മനസ്സിൽ. ഇപ്പോഴും അതെ. ചുവന്ന പട്ടുസാരി തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് അവയുമായി ശങ്കരൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചു. ശങ്കരൻ്റെ അമ്പരപ്പ് വകവയ്ക്കാതെ മുറിയിൽ കയറി കുറ്റിയിട്ടു. അതിനുശേഷം അയാളെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചു കരഞ്ഞു. കാരണമറിഞ്ഞ് ശങ്കരൻ ആലോചനാ നിമഗ്നനായി. തലേന്നാൾ കിടപ്പുമുറിയിൽ മന്ദാകിനിയെ കാണാതിരുന്ന കറുപ്പുസ്വാമി വാലിനു തീ പിടിച്ച നിലയിലായി. അവളെ തൻ്റെ വരുതിയിലാക്കാൻ കഴിയാതിരുന്നതിൻ്റെ വീർപ്പുമുട്ടൽ അയാളെ അസ്വസ്ഥനാക്കി. പോരാത്തതിന് അങ്ങേക്കരക്കാരും ഇങ്ങേക്കരക്കാരും തമ്മിലുള്ള അതിർത്തി തർക്കം മൂത്ത് അത് കറുപ്പുസ്വാമിയുടെ തലയിലുമായി.